So we have seen the concept of a power series. അതുകൂടാതെ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണെന്നും അതൊരു ഫിക്സഡ് നമ്പറാണ്. കൺവേർജൻസ് ഡിസൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫിക്സഡ് നമ്പറാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. Now we are trying to see the concept of a Taylor series expansion of a function. Okay. നമുക്കറിയാം, നമ്മൾ കുറേ പവർ സീരീസ് എക്സ്പാൻഷൻസ് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഈ ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ e⁻x എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കൂൾസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. e⁻x ഒരു എക്സ്പാൻഷൻ ഉണ്ട്. ഇങ്ങനെ പോളിനോമിയൽ പോലെ ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊരു പവർ സീരീസ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ a0 എന്ന് പറയുന്നത് 1 ആണ്, a1 എന്ന് പറയുന്നത് 1/1 ഫാക്ടോറിയൽ എക്സെട്ര, a എന്ന് പറയുന്നത് 1/n ഫാക്ടോറിയൽ ആണ്. whereas cos x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു പവർ സീരീസ് ഉണ്ട്, പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. അതിലെല്ലാം ഈവൻ പവേഴ്സ് ആണ് വരിക. x⁻⁴, x⁻², x⁻⁴, എക്സെട്ര, അങ്ങനെ എല്ലാം ഈവൻ ടേംസ് വരുന്നൊരു എക്സ്പാൻഷൻ ഉണ്ട്. sin x-ൻ്റെ എക്സ്പാൻഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഓഡ് ടേംസ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള എക്സ്പാൻഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ ഓരോന്നും ഒരു പവർ സീരീസ് എക്സ്പാൻഷൻസ് ആണ്. ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പവർ സീരീസ് ഫോർമാറ്റിലാണ് ഉള്ളത്. ഓക്കെ. സോ ഇതിലൊക്കെ നമ്മൾ ഇതിൻ്റെ റേഡിയസ് കൺവേർജൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻഫിനിറ്റിയാണ്. പവർ സീരീസിൻ്റെ റേഡിയസ് കൺവേർജൻസ് ഇൻഫിനിറ്റി എന്ന് കാണാൻ പറ്റും. അതായത് ഈ സീരീസുകളെല്ലാം എല്ലാ പോയിന്റിലും കൺവേർജ് ചെയ്യുന്ന സീരീസുകളാണ് ഈ മൂന്ന് ഫംഗ്ഷൻസിൻ്റെയും സീരീസ്. ഇതിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ r=∞ എന്ന് കാണാം. ഓക്കെ. അപ്പം ഇവിടെ ഉള്ള പ്രത്യേകത, നമ്മളിവിടെ എല്ലാം ഫംഗ്ഷൻസിനെയാണ് എന്തായിട്ട് എഴുതിയിരിക്കുന്നത്. വി ആർ റെപ്രസെൻറ്റിങ് എ ഫംഗ്ഷൻ ആസ് എ സീരീസ്. ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ചത് e⁻x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ പവർ സീരീസ് ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, വി ഹാവ് റെപ്രസെൻറ്റഡ് എ ഫംഗ്ഷൻ ആസ് എ പവർ സീരീസ്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷനെ, ഒരു f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ഒരു പവർ സീരീസ് ആയിട്ട് എഴുതാൻ നോക്കുന്നതിനെയാണ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എ ഫംഗ്ഷനെയാണ് നമ്മൾ സാധാരണ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വാലിഡ് ആയിട്ടുള്ള പവർ സീരീസ് എക്സ്പാൻഷൻ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഏതൊക്കെ ഫംഗ്ഷൻസിനെയാണ്, ആദ്യം നമ്മൾ നോക്കുന്ന ഏതൊക്കെ ഫംഗ്ഷൻസിനെയാണ് നമുക്ക് പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. എല്ലാ ഫംഗ്ഷൻസിനെയും നമുക്ക് പറ്റില്ല. ചില ഫംഗ്ഷൻസിനെ, എല്ലാ ഫംഗ്ഷൻസിനെയും നമുക്ക് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ നോ എന്നാണ്. അപ്പോൾ എന്തൊക്കെ ഒരു കണ്ടീഷൻ വേണമല്ലോ, ആ ഫംഗ്ഷൻ ഏതൊക്കെ ഫംഗ്ഷൻസിനെയാണ് നമുക്ക് പവർ സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ പോയിന്റ്സിൽ ഏതൊക്കെ ഫംഗ്ഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഓരോ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ e⁻x നമുക്ക് e⁻x-ന്റെ പ്രത്യേകത, e⁻x നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റും 0-ൽ. ഇതെല്ലാം ഈ പവർ സീരീസുകളെല്ലാം സ്റ്റാൻഡേർഡ് ആണ് അല്ലേ. ഇത് x-0 ആണ്, ഇത് x-0², x-0³ അങ്ങനെയാണല്ലോ വരുന്നത്. അതുപോലെ ഇവിടെയും x-x0ന്റെ സ്ഥാനത്ത് 0 ആണുള്ളത് ഈ മൂന്ന് കേസിൽ. ഈ ഫംഗ്ഷൻസ്, ഈ എഴുതിയിരിക്കുന്ന മൂന്ന് ഫംഗ്ഷൻസും ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യബിൾ അറ്റ് 0 ആണ്. These are all differentiable at 0, and not only that, it is infinitely, e⁻x is infinitely many times differentiable at 0. Cos x, sin x ഇതെല്ലാം ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യബിൾ ആണ്. 1/1 - x ഇതേപോലെ എന്താണ്, ഇതിന് നമ്മൾ സീരീസ് ആയിട്ട് എഴുതിയല്ലോ, 1 + x + x² എക്സെട്ര എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. So this function, this 1/1 - x is also differentiable infinitely many times at 0. ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഒരേ ഒരു പോയിന്റ് x=1 ആണ്. അപ്പോൾ 1-ൽ ഇതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവില്ല. ബട്ട് 1 അല്ലാത്ത എല്ലാ പോയിന്റ്സിലും ഇതിനൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഫംഗ്ഷനെ നമ്മൾ പവർ സീരീസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. വാലിഡ് ആയിരിക്കണം, അതായത് കൺവേർജന്റ് ആയിരിക്കണം. അങ്ങനെയുള്ളൊരു പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ഫംഗ്ഷനെയാണ് നമ്മൾ ടൈലർ സീരീസ് എന്ന് വിളിക്കുന്നത്. എബൌട്ട് എ പോയിന്റ്, ഒരു ഫംഗ്ഷന് ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ എബൌട്ട് x0 ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ദ ഫംഗ്ഷൻ ഷുഡ് ബി ഡിഫറൻഷ്യബിൾ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഇൻ എ നൈബർഹുഡ് ഓഫ് x0. നമ്മൾ ഏത് പോയിന്റിലാണോ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നത്, ഈ x0ന്റെ ഒരു നൈബർഹുഡിൽ, x0ന്റെ നൈബർഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0ന്റെ കുറച്ച് ദൂരം റൈറ്റ് സൈഡിലേക്കും കുറച്ച് ദൂരം ലെഫ്റ്റ് സൈഡിലേക്കും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർവെൽ കിട്ടും അല്ലേ. യു ഗെറ്റ് ആൻ ഇന്റർവെൽ ഓഫ് ദ ടൈപ്പ് x0 - r, x0 + r. r രണ്ട് സൈഡിൽ സെയിം ആയിക്കൊള്ളുന്നില്ല, ബട്ട് ദർ ഷുഡ് ബി ആൻ ഇന്റർവെൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ്. അപ്പോൾ x0ന്റെ ഒരു ചുറ്റിലുള്ള ഒരു x0നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തുണ്ടാവും, ആ ഫംഗ്ഷനെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ∑an × x - x0 the whole power n എന്ന് പറഞ്ഞിട്ട് ഒരു പവർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും.
അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഇതാണ്, ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ ടു ഫൈൻഡ് A0, ഹൗ ടു ഫൈൻഡ് A1, A2, A3 എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റുവാണെങ്കിൽ ദറ്റ് ഇസ് ബേസിക്കലി എ പവർ സീരീസ്. ആൻഡ് ആ ഫംഗ്ഷൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ അല്ലെങ്കിൽ പവർ സീരീസ് എക്സ്പാൻഷനിൽ ഈ കോൺസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. X0 നമുക്കറിയാം ഏത് പോയിന്റിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ആ പോയിന്റാണ് X0 എന്ന് പറയുന്നത്. ആ പോയിന്റിൽ ഫംഗ്ഷൻ ആ പോയിന്റിന്റെ ഒരു നൈബർഹുഡിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. നൗ ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ടു ഫൈൻഡ് A0. A0 കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ f of x ഈക്വൽ ടു A0 പ്ലസ് A1 ഇൻറ്റു x മൈനസ് x0 പ്ലസ് എക്സെട്ര എന്നാണല്ലോ. ഇവിടെ നമ്മൾ f of xലെ എക്സിന് പകരം x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? ഇതെന്താവും? x0 മൈനസ് x0, ഇത് 0 ആയി പോകും. ദിസ് വിൽ ബിക്കം 0. ദിസ് ഈസ് ഓൾസോ ബിക്കമിങ് 0 ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് x0 ഈക്വൽ ടു x ഈക്വൽ ടു x0. സിമിലർലി എല്ലാ ടേംസിലും ഉള്ള x മൈനസ് x0 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ f ഓഫ് x0ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് മാത്രമാവും? A0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് എക്സെട്ര ആവും. അതായത് f ഓഫ് x0 മസ്റ്റ് ബി ഈക്വൽ ടു A0. ഇനി A1 കിട്ടുന്ന എന്ത് ചെയ്താൽ മതി? f ഓഫ് x ഒന്ന് ഡിഫറൻസിയേഷൻ ചെയ്യും. f ഓഫ് x ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ A0ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. സപ്പോസ് f ഓഫ് x is equal to A0 plus A1 into x plus A2 into x square plus etc. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് f dash x എടുക്കാമെന്ന് വിചാരിക്കാം. f dash x എടുക്കുമ്പോൾ what will happen is A0ന്റെ ഡെറിവേറ്റീവ് എന്താവും? 0 ആവും. പ്ലസ് A1 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവുമല്ലോ. സോ A1 ഇൻറ്റു 1 പ്ലസ് A2 ഇൻറ്റു 2x പ്ലസ് A3 ഇൻറ്റു 3x സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും അല്ലേ. ഇപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പവർ സീരീസ് ആണ് എടുത്തത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഇതിപ്പോൾ x മൈനസ് x0 ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ x മൈനസ് x, ഇവിടെ സപ്പോസ് if it was x minus x0 and x minus x0 whole square അങ്ങനെയായിരുന്നെങ്കിൽ this will be A1 into still this will be 1 plus A2 into 2 into x minus x0 എന്ന് വരും. and A3 into 3 into x minus x0 the whole square വരും. ഈ x പകരം x minus x0 the whole square എന്ന് വരികയായിരുന്നു. അതാണ് ആകെയുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ എഫ് ഡാഷിൽ എക്സിന് പകരം x0 കൊടുത്താൽ സംഭവിക്കും? this will be having A1 into 1 എന്ന് കിട്ടും. പ്ലസ് A2 into എന്ത് വരും? എക്സിന് x0 കൊടുത്തുകൊണ്ട് A2 into 0 വരും. പ്ലസ് അടുത്ത ടേം 0 ആയി പോകും. നിങ്ങളുടെ എല്ലാ ടേമും 0 ആവും. സോ വാട്ട് യു ഗെറ്റ് ഇസ് A1 into 1. A1 into 1 എന്ന് കിട്ടും. നൗ ഇഫ് യു ഫൈൻഡ് f ഡബിൾ ഡാഷ് എക്സ്, ഇതിനെ ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ ചെയ്താൽ യു ഗെറ്റ് f ഡബിൾ ഡാഷ് എക്സ് അല്ലേ. അപ്പോൾ അത് എടുക്കുമ്പോൾ എന്ത് വരും? A1ന്റെ ഡെറിവേറ്റീവ് A1 into 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. പ്ലസ് A2 into 2 into 1 എന്ന് വരും. 2 into x minus x0 ഡെറിവേറ്റീവ് 1 എന്ന് വരും. പ്ലസ് A3 into 3 into 2 into x minus x0 എന്ന് വരും. x minus x0 plus etc. വരും. Now if you put x0 equal to 0, x equal to x0, what you get is f double dash x0 is equal to A2 into 2 factorial എന്ന് വരും. A2 into 2 factorial plus ഇനി ഞങ്ങളുടെ എല്ലാ ടേമിലും x minus x0 0 ആയി പോകും. കാരണം ഞാൻ x x0 എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ എല്ലാ ടേമും 0 ആയിരിക്കും. So you get this f of x0 equal to A0 എന്ന് കിട്ടും. f dash x0 is equal to A1 into 1. f double dash x0 is equal to A2 into 2 factorial plus comma etc. fn x0 is equal to an into n factorial എന്ന് വരും. അപ്പോൾ ഇതൊന്ന് നമുക്ക് an കാണാനുള്ള ഒരു ഫോർമുല കിട്ടും അല്ലേ. an is equal to എന്തെന്ന് എഴുതാം? fന്റെ nth ഡെറിവേറ്റീവ് അറ്റ് x0 എടുക്കുക. fന്റെ nth ഡെറിവേറ്റീവ് അറ്റ് x0നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ഈ n ഫാക്ടറുകൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് an. അപ്പോൾ an ഇങ്ങനെ കണ്ടുപിടിക്കാം. That is the Taylor series expansion of f of x about x0 as f of x equal to A0 എന്ന് പകരം നമുക്ക് എന്ത് എഴുതാം? f of x0 എന്ന് എഴുതാം. പ്ലസ് A1 പകരം f dash x0 by 1 എന്ന് എഴുതാം. ഈ 1 ഇങ്ങോട്ട് 1 ഫാക്ടോറിയൽ ആണ് ശരിക്കും വരുന്നത്. f dash x0 by 1 factorial into x minus x0 plus f double dash x0 by 2 factorial into x minus x0 whole square plus etc. എന്ന് വരും. So this is called the Taylor series expansion. This infinite series is called the Taylor series expansion of the function f of x. അപ്പോൾ ആ ഫംഗ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് f of xന്റെ എക്സ്പാൻഷൻ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? എല്ലാ ഡെറിവേറ്റീവ്സും വേണം അറ്റ് ദ പോയിന്റ് x0, ഇവാലുവേറ്റഡ് അറ്റ് ദ പോയിന്റ് x0. f of x0 വേണം, f dash x0 വേണം, f double dash x0 വേണം, എക്സെട്ര. fnth ഡെറിവേറ്റീവ്, fന്റെ nth ഡെറിവേറ്റീവ് അറ്റ് x0 ഒക്കെ വേണം. ഇതിനെല്ലാം ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ആക്ച്വലി ഇവിടെ ഒരു 0 ഫാക്ടോറിയൽ ഉണ്ട്. 0 ഫാക്ടോറിയലിന്റെ വാല്യൂ 1 ആണ്.
അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൈലർ സീരീസ് എക്സ്പാൻഷൻ കിട്ടും. ആൻഡ് ദിസ് ഇസ് ഹൗ വി ടേക്ക് ദി ടൈലർ സീരീസ് ഓർ വി ഡിറൈവ് or we find the Taylor series expansion of a given function f of x. അപ്പോൾ ഇവിടെ നമുക്ക് സീറോയിലാണ് വേണ്ടത്, എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ പ്ലസ് എഫ് ഡാഷ് സീറോ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് സീറോ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എഫിൻ്റെ nth ഡെറിവേറ്റീവ് ആയിട്ട് 0 ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n പ്ലസ് എക്സെട്ര ആണ്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ദ ടൈലർ സീരീസ് ഇസ് കോൾഡ് ദ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ മക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് തന്നെയാണ്? ടൈലർ സീരീസ് തന്നെയാണ്, ഇവാലുവേറ്റഡ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 0. 0യിലാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇ റേസ് ടു എക്സ് ഇതൊക്കെ 0യിൽ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? ദീസ് ആർ ഓൾ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻസ്. മക്ലോറിൻ സീരീസിനെ നമുക്ക് വേണമെങ്കിൽ ടൈലർ സീരീസ് അറ്റ് ദിസ് ഇസ് നത്തിങ് ബട്ട് ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറ്റ് 0. 0യിലുള്ള ടൈലർ സീരീസ് എക്സ്പാൻഷനെ നമ്മൾ മക്ലോറിൻ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇത്രയുള്ളൂ മക്ലോറിൻ സീരീസിനെ പറ്റി പറയാനുള്ളൂ. So what we will discuss is about the Taylor series. Okay, Taylor series is a special case on the Maclaurin series. Next we will see the procedure to find the Taylor series expansion of a given function. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് നമുക്ക് ടൈലർ സീരീസ് ആയിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണം? നമ്മൾ ആ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് നോട്ട് വേണം, എഫ് ഡാഷ് എക്സ് നോട്ട് വേണം, എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് വേണം, ഇതെല്ലാം വേണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് എല്ലാം എഴുതി വയ്ക്കുക. അതായത് എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് എക്സ്, എഫ് ഡബിൾ ഡാഷ് എക്സ് എക്സെട്ര എഫിൻ്റെ nth ഡെറിവേറ്റീവ് ആയിട്ട് എക്സ് വരെ എഴുതാം. അഥവാ നിങ്ങൾക്ക് എഫിൻ്റെ nth ഡെറിവേറ്റീവ് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു 5 ടേംസ് എങ്കിലും എഫിൻ്റെ 5th ഡെറിവേറ്റീവ് വരെയെങ്കിലും എഴുതി വയ്ക്കുക. nth ഡെറിവേറ്റീവ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ദി ഫസ്റ്റ് ഫ്യൂ ടേംസ്. നോൺ സീറോ ആയിട്ടൊരു 4 ടേമെങ്കിലും എഴുതുന്നത് നല്ലതാണ്. ഒരു എഫിൻ്റെ 5th ഡെറിവേറ്റീവ് വരെ എഴുതാം. എന്നിട്ട് ആ എഫിൻ്റെ ഡെറിവേറ്റീവ്സ് എല്ലാം എക്സ് നോട്ടിലെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എഫ് ഓഫ് എക്സ് നോട്ട്, എഫ് ഡാഷ് എക്സ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട്, അങ്ങനെ എല്ലാത്തിനെയും എക്സ് നോട്ടിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. പറ്റുമെങ്കിൽ ജനറൽ ടേമിൻ്റെ. ഓക്കെ, എന്നിട്ട് അത് ജസ്റ്റ് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എഫ് ഡാഷ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ, ഈ 1 ഫാക്ടോറിയൽ മറന്നു പോകരുത്. എഫ് ഡാഷ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. So this is how we derive the or we find the derive ചെയ്യില്ല, നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് മക്ലോറിൻ സീരീസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ പോയിന്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ടൈലർ സീരീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എക്സ് നോട്ട് ഈക്വൽ ടു 3 അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. മക്ലോറിൻ സീരീസ് ആണ് നിങ്ങൾക്ക് ഏത് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ടൈലർ സീരീസ് എബൌട്ട് 0 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും എഴുതേണ്ടത് മക്ലോറിൻ സീരീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മക്ലോറിൻ സീരീസ് ആണെങ്കിൽ നമുക്ക് എക്സ് നോട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. So that means Maclaurin series എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം എക്സ് നോട്ട് ഈസ് 0 ഈ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് 0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് 0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ്. അപ്പോൾ ഇതെല്ലാം നമ്പേഴ്സ് ആയിരിക്കും. ദീസ് ആർ ഓൾ വിൽ ബി നമ്പേഴ്സ്. എ നോട്ട്, A1, A2 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണിത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ദി Maclaurin series expansion. I will show some problems, solve the problem. Find the Taylor series expansion of e raised to x at x equal to 4. E raised to x in x equal to 4 ഉള്ള Taylor series expansion ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. Also find the Maclaurin series. ഇതിന്റെ Maclaurin series expansion കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആദ്യം നമ്മൾ 4ലുള്ള Taylor series കാണാം, then Maclaurin series കാണാം. 0ലുള്ള Maclaurin series കാണാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ ആയിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എടുത്തു. അപ്പോൾ അതിന്റെ എല്ലാ ഡെറിവേറ്റീവ്സും ഇ റേസ് ടു എക്സ് ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് nth ഡെറിവേറ്റീവ് അറിയാം, അപ്പോൾ അത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. നൗ അതിനെല്ലാം 4ൽ ഇവാലുവേറ്റ് ചെയ്യണം. എക്സ് ഈക്വൽ 4ൽ എക്സ്പാൻഡ് ചെയ്താൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എഫ് ഓഫ് 4, എഫ് ഡാഷ് 4 അതെല്ലാം ഇ റേസ് ടു 4 തന്നെയാണ് വരിക. എക്സിന് 4 എന്നല്ലേ കൊടുക്കുന്നുള്ളൂ. എല്ലാ ടേമിലും ഇ റേസ് ടു 4 തന്നെയാണ് വരിക. എന്നിട്ട് അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ഇസ് ഇ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിൽ എഴുതാം, പ്ലസ് A1 ഇസ് ഇ റേസ് ടു 4 ബൈ 1 ഫാക്ടോറിയൽ, ഇതാണ് A1 ആയിട്ട് വരിക. അല്ലെങ്കിൽ എഫ് ഡാഷ് 0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് എന്നല്ല എക്സ് മൈനസ് 4 എന്ന് എഴുതാം, കാരണം എക്സ്പാൻഷൻ ഇസ് അബൌട്ട് 4 ആണ്. പിന്നെ ഇ റേസ് ടു 4 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് വേണമെങ്കിൽ നമുക്ക് ഇ റേസ് ടു 4 കോമൺ ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു 4 ഇൻറ്റു 1 പ്ലസ്
1 by 1 factorial into x minus 4 plus 1 by 2 factorial into x minus 4 the whole square plus etc. എന്നാണ്. ഓക്കെ, ഇനി സപ്പോസ് വി വോണ്ട് ദി മെക്ലോറിൻ സീരീസ്. അപ്പോൾ നമ്മൾ ഇത് 4 ഇവാലുവേറ്റ് ചെയ്യുന്ന നേരം ഇതെല്ലാം 0 ഇവാലുവേറ്റ് ചെയ്യും. അതായത് എഫ് ഓഫ് 0, എഫ് ഡാഷ് 0, എഫ് ഡബിൾ ഡാഷ് 0. അതിനിവിടെ ഈ കണ്ടുവച്ചിരിക്കുന്ന ഇതേ ഫംഗ്ഷൻ എടുക്കുക, അതിൽ എക്സിന് 0 എന്ന് കൊടുക്കുക. സോ ഗെറ്റ് ഇ റേസ് ടു 0യുടെ വാല്യൂ എപ്പോഴും 1 ആയതുകൊണ്ട് ഇവിടെ എല്ലാം എന്ത് വരും? ഇ റേസ് ടു 0 ഇ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്. ഇവിടെ എക്സ് മൈനസ് 0 എന്നാണ് വരേണ്ടത്, അത് എക്സ് ആണല്ലോ. പ്ലസ് 1 by 2 factorial into x square plus etc. ആണ് വരും. സോ ദിസ് ഈസ് ദി മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ഇ റേസ് ടു എക്സ്. ഇതാണ് നിങ്ങൾ സ്കൂളിൽ ഇ റേസ് ടു എക്സിൻ്റെ സീരീസ് എന്ന് പറഞ്ഞ് പഠിച്ചത്. സോ ദാറ്റ് ഇസ് ദി മെക്ലോറിൻ സീരീസ്. Now we will see the Taylor series expansion of sin x. Sin x in the Taylor series expansion കാണാം. At x equal to pi. Also find the Maclaurin series. Maclaurin series എടുക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള sin x ന്റെ എക്സ്പാൻഷൻ കിട്ടും. ഇത് ഏത് പോയിന്റിലും എടുക്കാം Taylor series expansion. Maclaurin series സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ 0ൽ മാത്രമേ എടുക്കുള്ളൂ. sin x ന്റെ ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്ക് വേണം. f of x equal to sin x, f dash x equal to cos x, f double dash x is equal to minus sin x, f triple dash x is equal to minus cos x. അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വീണ്ടും എന്ത് വരും? sin x തന്നെ വരും. അതായത് f of x തന്നെ ആയിട്ട് മാറും അല്ലേ. എഫിന്റെ ഫോർത്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ദ സെയിം ആസ് എഫ്. അപ്പോൾ എഫിന്റെ ഫിഫ്ത്ത് ഡെറിവേറ്റീവ് എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഡാഷിന് ഈക്വൽ ആയിരിക്കും. എഫിന്റെ സിക്സ്ത് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരും. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ 4 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം റിപ്പീറ്റിംഗ് ആയിരിക്കും. വാല്യൂസ് വിൽ ബി റിപ്പീറ്റിംഗ്. ഓക്കെ, എഫിന്റെ nth ഡെറിവേറ്റീവ് വാല്യൂ ചിലപ്പോൾ sin x ആയിരിക്കും, അല്ലെങ്കിൽ cos x ആയിരിക്കും. sin x ന് നെഗറ്റീവ് വരാം, cos x ന് നെഗറ്റീവ് വരാം. ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, നൗ നമ്മൾ പൈയിലുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. എഫ് ഓഫ് പൈ എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ പൈ. സൈൻ പൈ 0 ആണ്. എഫ് ഡാഷ് പൈ ഈസ് കോസ് പൈ. കോസ് പൈ ഈസ് -1. എഫ് ഡബിൾ ഡാഷ് പൈ ഈസ് മൈനസ് ഓഫ് സൈൻ പൈ. സൈൻ പൈ വാല്യൂ 0 ആയതുകൊണ്ട് അത് 0 എന്ന് വരും. എഫ് ട്രിപ്പിൾ ഡാഷ് പൈ ഈസ് മൈനസ് ഓഫ് കോസ് എക്സ്. അപ്പോൾ മൈനസ് ഓഫ് കോസ് പൈ ആണ്. കോസ് പൈ -1 ആയതുകൊണ്ട് മൈനസ് ഓഫ് -1 +1 വരും. ഇനിയുള്ളതെല്ലാം എങ്ങനെയാണ് വരിക? അപ്പോൾ നമുക്ക് 0 വാട്ട് യു ഗോട്ട് ഇസ് 0 -1 0 +1. അടുത്ത വീണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എഫിന്റെ ഫോർത്ത് ഡെറിവേറ്റീവ് എഫിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫിന്റെ വാല്യൂന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അഗെയിൻ 0 തന്നെയാണ് വരിക. അടുത്തത് ഫിഫ്ത്ത് ഡെറിവേറ്റീവ് -1 ഈക്വൽ ആയിരിക്കും. ദെൻ അഗെയിൻ 0 വരും, 1 വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഓരോ 4 ടേംസ് കഴിയുമ്പോൾ ഇത് പീരിയോഡിക് ആണ്. 4 ടേംസ് കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ nth ഡെറിവേറ്റീവ് എന്തൊക്കെയാവാം? 0 വരാം, 1 വരാം, -1 വരാം. ഇതിൽ ഏതെങ്കിലും എന്നായിരിക്കും. അത് നമുക്ക് ശരിക്കും ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. nth ഡെറിവേറ്റീവ് ഈ 4m+1 ഫോമിൽ എഴുതാം. എന്നിനെ 4m+1 ഫോമിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ അതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുകയാണെങ്കിൽ nth ഡെറിവേറ്റീവ് നമുക്ക് എഴുതാൻ പറ്റും. ബ്രാഞ്ചസ് ആയിട്ട് എഴുതാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു 5 ടേംസ് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. അപ്പോൾ സൈൻ എക്സിനെ അപ്പോൾ നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് പൈ എന്ന് പറയുന്നത് 0 വരും, പ്ലസ് എഫ് ഡാഷ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -1 by 1 factorial into x minus പൈ. ഇവിടെ എക്സ് എന്ന് മാത്രം എഴുതരുത്, x minus പൈ എന്ന് എഴുതണം. പ്ലസ് അടുത്ത ടേം 0 ആണ്. അപ്പോൾ ഇത് ശരിക്കും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കംപ്ലീറ്റ്ലി വാനിഷ്. പ്ലസ് 1 by 3 factorial into x minus പൈ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. അടുത്ത ടേം 0 ആയിരിക്കും. അടുത്ത ടേം വീണ്ടും 0 കഴിഞ്ഞാൽ അഗെയിൻ 1 വരും, -1 വരും, ദെൻ 0 വരും, ദെൻ +1 വരും. അപ്പോൾ ഡിനോമിനേറ്റർ മാത്രമേ മാറുള്ളൂ. ന്യൂമറേറ്റർ ഇങ്ങനെ ഈ 4 വാല്യൂസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. So this is the Taylor series expansion of the function sin x at x equal to pi. Maclaurin series കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം 0ൽ ചെയ്യണം. അതായത് sin 0യുടെ വാല്യൂ 0 ആണ്, cos 0യുടെ വാല്യൂ +1 ആണ്, sin 0യുടെ വാല്യൂ 0 ആണ്. തേർഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അഗെയിൻ -1 വരും. അങ്ങനെ nth ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ +or-1 ആണ് വരിക, ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് n. അപ്പോൾ ഇത് നമ്മൾ മെക്ലോറിൻ സീരീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സിൻ്റെ എക്സ്പാൻഷൻ എന്ത് കിട്ടും? എക്സ്. ഇതിൽ ബേസിക്കലി വരുന്ന ആദ്യത്തെ ടേം എക്സ് ആണ്, മൈനസ് x³ by 3 factorial പ്ലസ് x⁵5 by 5 factorial മൈനസ് എക്സെട്ര. അതിൻ്റെ ജനറൽ ടേം വരിക x⁻, ഓഡ് നമ്പർ അല്ലേ, 2n+1 ഡിവൈഡഡ് ബൈ 2n+1 ഫാക്ടോറിയൽ വരും. അതിൻ്റെ കൂടെ ഒരു +or-1 വരുന്നതുകൊണ്ട് -1 പവർ എന്നും കൂടെ കൊടുക്കണം. ഇങ്ങനെയാണ് ജനറൽ ടേം വരിക. So this is how we find the Maclaurin series of sin x. Okay, we'll see another example. Find the Taylor series expansion of 1 plus x whole raised to m at x equal to 0.
അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ് 1 + x ഹോൾ റേസ് ടു m ആണ്. f of x ഈക്വൽ ടു 1 + x ഹോൾ റേസ് ടു m ആണ്. അപ്പോൾ ഇതിന് നമ്മൾ വേണമെങ്കിൽ ഓക്കെ സോ എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? എഫ് ഡാഷ് എക്സ് ഈ എം എന്ത് വേണമെങ്കിലാവും. എം ക്യാൻ ബി 1/2 ഓർ -1 ഓർ 1 എന്ത് വാല്യൂ ആണ് 1 or 2 എന്ത് വേണമെങ്കിലാവാം. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്ത് വരും? എം ഇൻറ്റു 1 + x റേസ് ടു m - 1 എന്ന് വരും അല്ലേ, m - 1 വരും. എഫ് ഡബിൾ ഡാഷ് എടുക്കുമ്പോൾ m ഇൻറ്റു m - 1 ഇൻറ്റു 1 + x റേസ് ടു m - 2 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ ഇത് അടുത്ത ടേം വരുമ്പോൾ m ഇൻറ്റു m - 1 ഇൻറ്റു m - 2 ഇൻറ്റു 1 + x റേസ് ടു n - 3 അങ്ങനെ വന്ന് ദിസ് വിൽ കണ്ടിന്യൂ, ഇറ്റ് വിൽ ഗോ ഓൺ. ഓക്കെ, so that's what I have written here. F of x equal to this, f dash x equal to this, f double dash x is equal to this, etc. Okay, now Maclaurin series ആണ് പറഞ്ഞതെന്നുള്ളതുകൊണ്ട് ഞാൻ 0 എടുക്കുന്നു. f of 0 equal to 1 ആണ്, f dash 0 equal to m ആണ്, f double dash 0 is equal to m into m - 1 കാരണം x ന് 0 കൊടുക്കുമ്പോൾ 1 ആയി പോകുമല്ലോ, ഈ ടോട്ടൽ ക്വാണ്ടിറ്റി 1 ആയി പോകും. ഇങ്ങനെ വരും. ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 + x ഹോൾ റേസ് ടു m-ന്റെ ബൈനോമിയൽ സീരീസ് കിട്ടും. കോൾഡ് ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷൻ. 1 + x റേസ് ടു m എന്ന് പറയുന്ന ഇതിന്റെ എക്സ്പാൻഷനാണ് ബൈനോമിയൽ സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 1 + m/1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ m - 1 ഇൻറ്റു m ഇൻറ്റു m - 1 ഇൻറ്റു m - 2 ഇൻറ്റു m - 3 ഇൻറ്റു x റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇതിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ജിയോമെട്രിക് സീരീസും കാണാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? m ന് -1 കൊടുത്താൽ എന്ത് കിട്ടും? 1/1 - x എന്ന് കിട്ടില്ലേ, സോറി 1/1 + x എന്ന് കിട്ടും. 1/1 + x ന്റെ എക്സ്പാൻഷൻ എടുക്കുമ്പോൾ 1/1 - x ആണ് നമ്മൾ നേരത്തെ കണ്ടത്. 1/1 + x ന്റെ എക്സ്പാൻഷൻ എടുക്കുമ്പോൾ 1 അൾട്ടർനേറ്റീവ് ആയിട്ട് നെഗറ്റീവ് സൈൻ വന്നുകൊണ്ടിരിക്കും. 1 - x + x² - x³ പ്ലസ് എക്സെട്ര. അങ്ങനെ നമുക്ക് m ന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. m = 2 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാം? ഇത് 0 ആയി പോകും അല്ലേ, ഇത് 0 ആയി പോകും, ഇത് 0 ആയി പോകും, ഞങ്ങളുടെ എല്ലാ ടേമും 0 ആയി പോകും. അപ്പോൾ ആകെ ഈ ടേംസ് ഇത്ര ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് വിൽ ബി ആക്ച്വലി 1 + x ഹോൾ റേസ് ടു 2-ന്റെ എക്സ്പാൻഷൻ ആണ്. a + b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ വെച്ചിട്ട് കിട്ടുന്നതിനെയാണ് കിട്ടുക. ഓക്കെ, സോ ദിസ് ഇസ് മോർ ജനറൽ. ഇവിടെ നിങ്ങൾക്ക് m ന് എന്ത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. m പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. പ്രോബ്ലംസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് log 1 + x. log 1 + x-ന്റെ f of x അങ്ങനെ തന്നെ എടുക്കുക. f dash x എടുക്കുമ്പോൾ എന്ത് വരും? f dash x എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 1/1 + x ആണ്. ഇത് 1 + x റേസ് ടു -1 ആണ് കിട്ടുക. അപ്പോൾ നേരത്തെ ഇനി അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ആ m ന് -1 കൊടുത്തിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ log 1 + x-ന്റെ എക്സ്പാൻഷൻ കണ്ടുപിടിച്ചു 0-ൽ. അതേപോലെ f of x = 1/x നെ നമുക്ക് x = 2-ൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത 0-ൽ മാത്രമാണ്. അപ്പോൾ 2-ൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഇതിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ 2-ൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? f dash x, f double dash x ഒക്കെ കണ്ടിട്ട് f of 2, f dash 2, f double dash 2 ഒക്കെ കണ്ടുപിടിക്കാം. f dash 2, f double dash 2 എല്ലാം കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഡയറക്റ്റ് പ്രോബ്ലംസ് ആണ്. tan inverse x, tan inverse x-ന് ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ട പ്രോബ്ലം ആണ്. കാരണം നമുക്ക് tan inverse x-ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം. f of x = tan inverse x ആണെങ്കിൽ f dash x എന്ത് വരും? f dash x എടുക്കുമ്പോൾ എന്ത് വരും? 1/1 + x² എന്നാണ് വരും. tan inverse x-ന്റെ ഡെറിവേറ്റീവ് 1/1 + x² എന്ന് വരും. f double dash, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 1 + x² റേസ് ടു -1 എഴുതാം അല്ലേ, -1 എഴുതാം. അപ്പോൾ f double dash x-നെ നമുക്ക് എന്ത് എഴുതാം? -1 ഇൻറ്റു 1 + x² റേസ് ടു -2 ഇൻറ്റു 2x എന്ന് എഴുതാം. എങ്ങനെ എഴുതുക? ഇതെല്ലാം എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ tan inverse x-ന്റെ Maclaurin series എക്സ്പാൻഷൻ കിട്ടും. Maclaurin സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. Then obtain the Taylor series expansion of e raised to x at x = 4 using the Maclaurin series expansion of e raised to x. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അല്ലാതെ Maclaurin സീരീസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെയുള്ള പോയിന്റ്സിലൊക്കെയുള്ള എക്സ്പാൻഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ e raised to x-ന്റെ Maclaurin സീരീസ് നമുക്കറിയാം. I'll do that. e raised to x-നെ നമുക്ക് എന്ത് എഴുതാം? 1 + 1/1 factorial into x plus x² / 2 factorial plus x³ / 3 factorial plus etc. എന്ന് എഴുതാൻ പറ്റും നമ്മൾ പറഞ്ഞു.
അപ്പോൾ നമുക്ക് ഇ റേസ് ടു എക്സിൻ്റെ 4 എക്സ്പാൻഷനാണ് വേണ്ടത്. ഇ റേസ് ടു എക്സിൻ്റെ എക്സ്പാൻഷൻ എക്സ് ഈക്വൽ ടു 4 വേണമെന്ന് വിചാരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീരീസിലെ എല്ലാ ടേംസും x-4, x-4ന്റെ സ്ക്വയർ, ക്യൂബ് എക്സെട്ര x-4ന്റെ ടേംസിലായിരിക്കണം വരുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. ഇ റേസ് ടു 4 ആഡ് ചെയ്ത് കൊടുക്കുക, സബ്സ്ട്രാക്റ്റും ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഇ റേസ് ടു 4 പ്ലസ് x-4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ട് ഇ റേസ് ടു എക്സ് തന്നെ വന്നോളല്ലോ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ റേസ് ടു 4 ഇൻറ്റു ഇ റേസ് ടു x-4 അല്ലേ. That's equal to e raised to 4 into ഈ x-4നെ y എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. I am putting x-4 equal to y. അപ്പോൾ എന്താവും e raised to y ആവും. e raised to yക്ക് നമുക്കറിയാം e raised to x-ന് ഈ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ e raised to yക്ക് നമുക്ക് e raised to 4 into എന്ത് ചെയ്യാം 1 plus y by 1 factorial plus y square by 2 factorial plus y cube by 3 factorial plus etc എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി വൈക്ക് പകരം എന്ത് കൊടുത്താൽ മതി? x-4 എന്ന് കൊടുത്താൽ മതി. സോ ഇ റേസ് ടു 4 ഇൻറ്റു 1 പ്ലസ് x-4 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് x-4 ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര കൊടുത്താൽ മതി. സോ യു ഗെറ്റ് ദി എക്സ്പാൻഷൻ ഓഫ് ഇ റേസ് ടു എക്സ് അബൌട്ട് എക്സ് ഈക്വൽ ടു 4. ഇതാണ് ട്രിക്ക്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ മക്ലോറിൻ സീരീസ് ഉപയോഗിച്ചിട്ട് ചിലപ്പോഴും നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതാൻ പറ്റും ചില കേസുകളിൽ. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്താലും മതി. ടൈലർ സീരീസ് തന്നെ എഴുതാം. 4ൽ f(4) f'(4) ഒക്കെ കണ്ടുപിടിച്ചിട്ട് എഴുതാം. അങ്ങനെ ഇതൊരു ട്രിക്ക് ആയതുകൊണ്ട് പറയുന്നത് മാത്രം. ഇതേപോലെ സൈൻ എക്സിനെ എക്സ് ഈക്വൽ ടു പൈയിൽ സൈൻ എക്സിന്റെ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും മക്ലോറിൻ സീരീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ എക്സിനെ നമ്മൾ സൈൻ പൈ പ്ലസ് എക്സ് മൈനസ് പൈ എന്ന് എഴുതാം. ഇപ്പം കണ്ടില്ലേ എക്സ് മൈനസ് പൈ വന്നു. ഇതിനെ വൈ എന്ന് വിളിക്കാം. യു കോൾ ദിസ് എസ് വൈ. അപ്പോൾ ഇതെന്തായി സൈൻ പൈ പ്ലസ് വൈ എന്നായില്ലേ. സൈൻ പൈ പ്ലസ് വൈ എന്ന് വരും. സൈൻ പൈ പ്ലസ് വൈ എന്ന് വരും. ഇത് സൈൻ എ പ്ലസ് ബി ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സൈൻ പൈ ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് പൈ ഇൻറ്റു സൈൻ വൈ ഫോർമുല പഠിച്ചില്ലേ. സൈൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷൻ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? സൈൻ പൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. കോസ് പൈയുടെ വാല്യൂ -1 ആണ്. അപ്പോൾ ഇതെന്ത് വരും? -1 ഇൻറ്റു സൈൻ വൈയുടെ എക്സ്പാൻഷൻ എടുത്താൽ മതി. സൈൻ വൈയുടെ എക്സ്പാൻഷൻ നമുക്കറിയാം -1 ഇൻറ്റു വൈ മൈനസ് വൈ ക്യൂബ് ബൈ എല്ലാ ടേമും ഓടാന്ന് ഞാൻ പറഞ്ഞു. ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും സൈൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരും 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര വരും. ഈ വൈക്ക് പകരം ലാസ്റ്റ് എന്ത് കൊടുക്കുക? സൈൻ പൈ പ്ലസ് എക്സ് ഓക്കെ സൈൻ പൈ പ്ലസ് വൈക്ക് നമ്മൾ എന്ത് കൊടുത്തു? എക്സ് മൈനസ് പൈ എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ -1 ഇൻറ്റു എക്സ് മൈനസ് പൈ minus x minus pi whole cube by 3 factorial plus x minus pi whole raised to 5/5 factorial plus etc. എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, so that's what these problems. ഇതെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. So you see this problem also. Okay. Now ഒരു ചെറിയൊരു കാര്യം കൂടെ നമുക്ക് ഇതായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. അതായത് ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടൈലർ സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് like this, right? f of x നെ നമുക്ക് f of x naught plus f dash x naught by 1 factorial into x minus x naught plus etc. ഇൻഫിനിറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ മതി എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സിന് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയാൽ മതിയെങ്കിൽ അപ്പോൾ എഫ് ഓഫ് എക്സ് ഈ റൈറ്റ് സൈഡിലെ എക്സ്പാൻഷൻ ഈക്വൽ ആയിരിക്കും. സപ്പോസ് നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശ വാല്യൂ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഒരു 10 വാല്യൂ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 വാല്യൂ എടുത്തിട്ട് എഫിൻ്റെ ഫിഫ്ത്ത് ഡെറിവേറ്റീവ് അറ്റ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ റേസ് ടു 5 വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സിനെ അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ടൈലർ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് എഴുതണം എന്ത് വേണം? ഇൻഫിനിറ്റ്ലി മിനി. അതൊരു സീരീസ് ആണ്. സീരീസിൽ ഇൻഫിനിറ്റ്ലി മിനി ടേംസ് എഴുതിയാലേ നമുക്ക് എന്തിന് ഈക്വൽ ആവുള്ളൂ? എഫ് ഓഫ് എക്സിന് ഈക്വൽ ആവുള്ളൂ. അതിന് വരെ നമുക്ക് ഒരു 5-10 ടേംസ് എഴുതിയിട്ട് ബാക്കി അങ്ങോട്ട് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ you will be getting an approximate value of f of x. f of x ന്റെ approximate value കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് അപ്രോക്സിമേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈലർ സീരീസ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. സോ വി ക്യാൻ യൂസ് എ സെക്കൻഡ് ഫോം ഓഫ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ. നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ്റെ ഒരു സെക്കൻഡ് ഫോം എഴുതും ഈ അപ്രോക്സിമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of x naught plus f dash x naught by
1 factorial into x minus x naught plus f double dash x naught divided by 2 factorial into x minus x naught the whole square plus etc. infinitely many terms ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതും. വിൽ റീറൈറ്റ് ദിസ് ബൈ യൂസിങ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കും. വൈ എന്നല്ല, ഓക്കെ, വൈ വേണ്ട, എച്ച് എന്ന് കൊടുക്കും. ആ ഡിഫറൻസിന് നമുക്ക് കണ്ടുപിടിക്കേണ്ട വി വിൽ ബി ഫൈൻഡിങ് ദി വാല്യൂ ഓഫ് എഫ് ഓഫ് 2.2 യൂസിങ് ദി വാല്യൂസ് ഓഫ് 2ലെ വാല്യൂസ് ഉപയോഗിച്ചിട്ട് 2.2ലെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ അപ്രോക്സിമേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാല്യൂ നമ്മൾ ഡിഫറൻസിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് എക്സും എക്സ് നോട്ടും നമ്മളെ ഡിഫറൻസിന് നമ്മൾ എച്ച് എന്ന് വിളിക്കുകയാണെങ്കിൽ, അതായത് ഇതിനെ നമ്മൾ എച്ച് എന്ന് വിളിക്കാം. കോൾ ദിസ് ആസ് എച്ച്. ഓക്കെ, ദെൻ ഈ ഫോർമുലയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. എക്സ് ഈക്വൽ ടു ഇതിന് നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് വരും? ഈ എക്സ് നോട്ട് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിന് നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഡാഷ് എക്സ് നോട്ട് ബൈ 1 factorial into h plus f double dash x naught divided by 2 factorial into h square plus etc. എന്ന് എഴുതാൻ പറ്റും. അതായത് എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ചിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെയും എഫ് ഡാഷ് എക്സ് നോട്ടിൻ്റെയും എഫ് ഡബിൾ ഡാഷ് എക്സ് നോട്ടിൻ്റെയും, അതായത് റൈറ്റ് സൈഡിൽ എക്സ് നോട്ട് മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ എന്താണ്? എഫിൻ്റെ എക്സ് നോട്ട് എന്ന് മാറിയിട്ടുള്ള ഡീവിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിലെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് 2.2 കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് 2 പ്ലസ് എഫ് ഡാഷ് 2 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? എച്ചിന് പകരം ഈ എച്ച് എന്ന് പറയുന്നത് എന്താണ്? എക്സും എക്സ് നോട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് 0.2 ആണല്ലോ. ഇവിടെ നമ്മൾ 0.2 കൊടുക്കുക പ്ലസ് എഫ് ഡബിൾ ഡാഷ് അറ്റ് 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 0.2ൻ്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് എഴുതി ഒരു ഫൈനൈറ്റ്ലി മിനി ടേംസിൽ ട്രങ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ. എല്ലാ ടേമും എഴുതുകയാണെങ്കിൽ ആക്ച്വൽ വാല്യൂ കിട്ടും. ഫൈനൈറ്റ്ലി മിനി ടേംസ് എഴുതിയിട്ട് നമുക്ക് അപ്രോക്സിമേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമ്മളിവിടെ പറയുന്നത്. So f of x naught by using the substitution x minus x naught equal to h, you can get a second form. Second form കിട്ടും. Second form ഇതാണ്. f of x naught plus h is equal to f of x naught plus f dash x naught by 1 factorial into h plus f double dash x naught by 2 factorial into x square plus etc. എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ആർ എച്ച് എസിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? എക്സ് നോട്ടിലെ വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എഫിന്റെ എക്സ് നോട്ട് പ്ലസ് എച്ചിലുള്ള ഒരു വാല്യൂ, അതായത് എക്സ് നോട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റിലുള്ള വാല്യൂ നമുക്ക് എക്സ് നോട്ടിലുള്ള വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. സോ നോയിങ് ദി ഫംഗ്ഷൻസ് വാല്യൂ ഓർ ഡെറിവേറ്റീവ്സ് വാല്യൂ അറ്റ് എക്സ് നോട്ട്, വി ക്യാൻ ഫൈൻഡ് ദി ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് നിയർ ബൈ പോയിന്റ് എക്സ് നോട്ട് പ്ലസ് എച്ച്. എക്സ് നോട്ട് പ്ലസ് എച്ചിലെ വാല്യൂ നമുക്ക് എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് നോട്ടിലെ വാല്യൂസ് ഒക്കെ ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ്സിന്റെയും വാല്യൂ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ട്രങ്കേറ്റ് ചെയ്യാം. ഒരു സ്റ്റേജിന് ശേഷമുള്ള ടേംസ് എടുക്കാതിരുന്നാൽ മതി. Okay, so this is one of the uses of Taylor series. You will see a problem. Find an approximate value of sine 0.2 using Taylor series expansion. So നമുക്ക് sin 0.2ലെ വാല്യൂ ആണ് വേണ്ടത്. ഈ 0.2നെ നമുക്ക് എന്ത് എഴുതാം? 0 പ്ലസ് 0.2 എന്ന് എഴുതാമല്ലോ. You can write it as 0 പ്ലസ് 0.2. ഈ സൈൻ സീറോയുടെ വാല്യൂയും കോസ് സീറോയുടെ വാല്യൂ, സീറോയിലുള്ള സൈൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ ഒക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കാരണം സൈനും കോസും അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫംഗ്ഷനായിട്ട് എന്തെടുക്കും? സൈൻ എക്സ് എന്ന് എടുക്കും. അപ്പോൾ സൈൻ 0.2നെ നമ്മൾ 0 പ്ലസ് 0.2 എന്ന് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ് നോട്ട് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് വിൽ ബി ടേക്കൺ ആസ് എച്ച്. ഇത് എച്ച് ആയിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് 0.2ലെ വാല്യൂ നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട്? സീറോയിലെ വാല്യൂ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 0.2ഉം 0.2ഉം സീറോയും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് 0.2 എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, എച്ച് ആയിട്ട്. So take x naught equal to 0 and h is equal to 0.2. We can find the first 4 terms of the, അപ്പോൾ നമുക്ക് അപ്രോക്സിമേഷൻ ആണ് വേണ്ടത്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ കുറച്ച് ടേംസ് എഴുതിയാൽ മതി. 4 ടേംസ്, അത് എത്രയാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ ഒരു 4-5 ടേംസ് എഴുതുക. സോ എഫ് ഓഫ് 0.2നെ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് എഴുതാം. അതായത് 0 പ്ലസ് 0.2 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ആദ്യത്തെ 4 ടേംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് എക്സാക്ട്ലി ഈക്വൽ അല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ്. എഫ് ഓഫ് 0 പ്ലസ് f dash 0 by 1 factorial into 0.2 plus f double dash 0 by 2 factorial into 0.2 square etc. ഇനി f dash 0 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് അല്ലേ. അപ്പോൾ കോസ് എക്സിന്റെ സീറോയിലുള്ള വാല്യൂ 1 അല്ലേ വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ f double dash 0 എന്ന് പറയുന്നത് സൈൻ 0 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 0 വരും. ആൻഡ് ദിസ് വിൽ ബി മൈനസ്
അഗെയിൻ കോസിന്റെ സീറോയിലുള്ള വാല്യൂ ആണ്, മൈനസ് വരുന്നതുകൊണ്ട് -1 എന്നാണ് വരിക. നിങ്ങൾ എഴുതി നോക്കിയാൽ കാണാം ഇത് -1 ആണ് വരിക. അപ്പോൾ നാലാമത്തെ ഡെറിവേറ്റീവ് ഇതെല്ലാം 0 ആയിരിക്കും. ദിസ് വിൽ ബി 0, ദിസ് വിൽ ബി 0, ഫസ്റ്റ് ടേം വിൽ ബി 0. So what happens is this is 0.2 minus 0.2 square divided, okay, this is 0 ആണ്. ഇത് 0.2 ന്റെ ക്യൂബ് 0.008 divided by 6 will you get this value. So this is an approximate value. This is an approximation of f of 0.2. f of 0.2 ന്റെ approximate value ആണ് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ. ഇനി നിങ്ങൾ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം sin 0.2 ന്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് 0.198666933 എക്സെട്ര എന്നാണ് വരിക. തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓഫ് കോഴ്സ് ദർ വിൽ ബി ഡിഫറൻസ് ബിക്കോസ് അപ്രോക്സിമേഷൻ ആണ്, അപ്പോൾ എറർ എന്തായാലും ഉണ്ടാവും. പക്ഷെ നമുക്ക് കാണാം ഒരുപാട് ഡിജിറ്റ്സ് സെയിം ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ 4 ടേംസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, ഫംഗ്ഷന്റെ ഏകദേശം വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ടൈലർ സീരീസ് എക്സ്പാൻഷൻ നമുക്ക് അപ്രോക്സിമേഷന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഫംഗ്ഷന്റെ ഒരു പോയിന്റിലുള്ള വാല്യൂ അറിയാമെങ്കിൽ, ഒരു 0-ലെ വാല്യൂ അറിയാമെങ്കിൽ 0.3-ലെയോ 0.5-ലെയോ ഒക്കെ വാല്യൂ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇതിന്റെ എറർ നമ്മൾ ഈ h എത്ര ചെറുതാവുന്നോ അത്രയും പെട്ടെന്ന് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എച്ചിന്റെ വാല്യൂവിനനുസരിച്ചാണ് ഇതിന്റെ അക്യുറസി ഡിസൈഡ് ചെയ്യുക. അത് 4 ടേം എടുത്തിട്ട് നമുക്ക് വളരെ അക്യുറേറ്റ് ആയിട്ട് വാല്യൂ കിട്ടണമെങ്കിൽ h വളരെ ചെറുതായിരിക്കണം. h = 1 ഒക്കെ എടുക്കാം നമുക്ക്. h = 1 എടുത്താൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് അപ്രോക്സിമേഷൻ അത്ര പ്രോപ്പർ ആയിരിക്കില്ല. അതാണ് പ്രശ്നം. ഓക്കെ, ദാറ്റ്സ് വൺ ഓഫ് ദി യൂസസ് ഓഫ് ടൈലർ സീരീസ്. ടൈലർ സീരീസിനെ പറ്റി അത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ